തിരക്കിട്ട ഈ ജീവിതത്തിന് ചെറിയൊരു ബ്രേക്ക്. അതെ ഗൈസ്, ഞങ്ങൾ റിസോർട്ടിലേക്ക് പോവാണ്. കക്കാടംപൊയിലുള്ള ക്ലൗഡ് സെന്റ് എന്ന് പറഞ്ഞ റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് റിസോർട്ടുകളൊക്കെ ഇങ്ങനെ നോക്കി അവസാനം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കക്കാടംപൊയിലുള്ള ഈ ഒരു റിസോർട്ടാണ് കേട്ടോ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംബിയൻസ് തന്നെയാണ്. കോടേൻ്റെ ഒത്ത നടുക്കൊരു റിസോർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ക്ലൗഡ് സെന്റിനെ വിശേഷിപ്പിക്കാം. അത്യാവശ്യം നല്ല ഉയരത്തിലാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ആംബിയൻസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ഞങ്ങൾ പോയ സമയത്ത് നല്ല കോട ഉണ്ടായിരുന്നു അവിടെ. അത്യാവശ്യം ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളും ഒക്കെ അതുകൊണ്ടായിരുന്നു. മഴ പെയ്താൽ അപ്പോൾ ഇവിടെ കോട വരുന്നതാണ് പറഞ്ഞത്. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടോ. പിന്നെ അടുത്ത ആ ഒരു വൈബ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ വരുമ്പോൾ ഞാൻ ഇത്രയ്ക്ക് ഒരു ആംബിയൻസ് പ്രതീക്ഷിച്ചിരുന്നില്ല. നമ്മൾ ഫാമിലി ആയിട്ട് പല റിസോർട്ടിലും പോയിട്ടുണ്ട്. കക്കാടംപൊയിൽ ഇത് വരുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇതിന് മുമ്പ് കക്കാടംപൊയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഫസ്റ്റ് ടൈം തന്നെയാണ്. ഇവിടുത്തെ പൂള് ഒരു രക്ഷയില്ല കേട്ടോ. കുട്ടികൾക്കും നിങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസിലുള്ള ഒരു പൂള് തന്നെയാണ്. ഈ ഒരു ഹട്ട് കണ്ടോ നിങ്ങൾ? നല്ല ഹൈറ്റിലാണ് അതുള്ളത്. അതിൻ്റെ പുറത്തുനിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ തന്നെ അപാരമായ വ്യൂ ആണ് കേട്ടോ. അതേപോലെ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇവിടെയും നമുക്ക് ചായ ഒക്കെ കുടിക്കാനുള്ള ഒരു സ്പേസും ഉണ്ട്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. അതിനപ്പുറത്തേക്ക് നമുക്ക് ആ നേച്ചർ എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇവരിതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. 100% നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുന്ന പൈസ മുതലാവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ക്ലൗഡ് സെന്റ് ഒരു രക്ഷയില്ല, സമ്മതിച്ച് കൊടുത്ത് കേട്ടോ. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ കാണണോ നിങ്ങൾക്ക്? നോക്ക് എന്ത് രസമല്ലേ. കോട പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു വ്യൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം അത് ഫീൽ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ വൺസ് ഇവിടെ വന്നാലുണ്ടല്ലോ ഒരിക്കലും നിങ്ങൾ ക്ലൗഡ് സെന്റിനെ മറക്കൂല കേട്ടോ. ഈ ഒരു ഹട്ട് കണ്ടോ? ഒരു മരത്തിൻ്റെ മുകളിലുള്ള ഹട്ടിലാണ് ഒരു ദിവസം ഞങ്ങൾ നിന്നത്. ഞങ്ങൾ ടോട്ടൽ 2 days അവിടെ സ്പെൻഡ് ചെയ്തിരിക്കുക. എന്നിട്ടും വരാൻ മനസ്സനുവദിച്ചില്ല. അത്രയും സങ്കടത്തോടെയാണ് അവരുടെ അടുത്തും പോകുന്നത് കേട്ടോ. അത്രയും വൈബ് കണ്ടില്ലേ? അവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു വൈബൊക്കെ